ഇപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തന്നെയായിരുന്നു അവർ. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നടന്നവരായിരുന്നു അവർ മുസ്ലിം ലീഗിന്റെയും മുന്നിൽ നടന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് മുസ്ലിം ലീഗിന്റെ യൂണിറ്റുകൾ ഉണ്ടാക്കി. മുസ്ലിം സമുദായത്തിന് ബാഫക്കി തങ്ങളോടുള്ള ബഹുമാനം മനസ്സിലാക്കി അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാ ഈ രാഷ്ട്രീയ ബോധം കേരളത്തിൽ ഉണ്ടായത്. ആ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സമീപനങ്ങൾ മുസ്ലിം ലീഗിനെ അങ്ങ് സമസ്തവൽക്കരിച്ച് കളയാം എന്ന് ചില ആളുകൾ വിചാരിക്കുന്നു. അതാ ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങൾ നോക്കൂ, ഷാഫി ജാലിയം മുസ്ലിം ലീഗിന്റെ ഭാരവാഹി എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ നേതാവിനെതിരെ വന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞു. അപ്പോ മുക്കം വൈസ് പറയാ വഹാബിയാണ്. കെ എം ഷാജി പറഞ്ഞപ്പോ കെ എം ഷാജി വഹാബിയാണ്. അമ്പലക്കടവ് പറയും ഇവരൊക്കെ വഹാബികളാണ്. എന്താ കെ എം ഷാഫി ജാലിയും വഹാബിയാണെന്നതിനുള്ള തെളിവ്? ഷാഫി ജാലിയും അതേപോലെ തന്നെ TPF മദനി ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, വഹാബിയാണെന്നുള്ള തെളിവാണ്. അമ്പലക്കടവിന്റെ എത്ര ഫോട്ടോ ഉണ്ട് മുജാഹിദ് നേതാക്കളായിട്ട് ഒന്നിച്ചു നിൽക്കുന്നത്? മുജാഹിദ് സ്ഥാപനങ്ങൾ സന്ദർശിച്ചത്? അമ്പലക്കടവ് ഫൈസി എവിടെയാ പഠിച്ചത്? ഫറൂഖ് റൗളത്തുൽ പഠിച്ചത്? അമ്പലക്കടവിന്റെ മകൾ എവിടെയാ പഠിച്ചത്? എടവണ്ണ കേരള നെതുവത്തുൽ മുജാഹിദീൻ നേരിട്ട് നടത്തുന്ന എടവണ്ണ ജാമിഅ നദിയയുടെ ക്യാമ്പസിലാണ് പഠിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ MGMന്റെ നേതാവാക്കണം. ഈ ജാതി അപവാദങ്ങൾ പറഞ്ഞ് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കരുതിയിരിക്കണം. ആദർശ ബോധമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. നോക്കൂ, നമ്മൾ എന്തൊക്കെയാ കേൾക്കുന്നത്? ഈ കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ച് മരിച്ചുപോയ CM മടവൂർ ചിറ്റരിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്താ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CM മടവൂരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. ഇത് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന് മൗനം പാലിക്കാൻ കഴിയുമോ? ഇതാരെയെങ്കിലും കുറ്റപ്പെടുത്തലാണോ? ഇതാരെയെങ്കിലും ആക്ഷേപിക്കലാണോ? നോക്കൂ, എന്താ പറയുന്നത്? CM മടവൂര് ഈ ലോകം നിയന്ത്രിക്കുന്നയാളാണ് എന്ന് ചില വേദികളിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. CM മടവൂര് പടച്ചവനാണ് എന്ന് ഒരു കൂട്ടർ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. CM മടവൂര് അരശിന്റെ അധിപനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് പറയുമ്പോ അതിനെ ആരെങ്കിലും എതിർക്കുന്നുവെങ്കിൽ അത് കുറ്റപ്പെടുത്തലാണോ? ഇവിടെ കുറിപ്പ് തന്ന സഹോദരങ്ങൾ ഇതൊക്കെ കുറ്റപ്പെടുത്തലാണ്, ആക്ഷേപിക്കലാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ആരെയെങ്കിലും കുറ്റപ്പെടുത്താനല്ല ഈ പറയുന്നത്, ആരെയെങ്കിലും ആക്ഷേപിക്കാനല്ല ഈ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് ഇത് കേട്ട് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുക? ഇത് ഖുർആനിന്റെ സന്ദേശമല്ലേ? ഖുർആനിന്റെ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഖുർആൻ പറയാത്ത ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് അള്ളാഹു ചോദിച്ച ചോദ്യം സൂറത്തു സുമറിൽ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്. ആരാന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയും. തീർന്നില്ല. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ലാതെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളുടെ പിൻബലമില്ലാതെ ഒരു ഹർഫ് പോലും ഈ വേദിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനിന്റെ സന്ദേശത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഖുർആനിന്റെ പോരിശയും ഖുർആനിന്റെ മഹത്വവും എമ്പാടും കേട്ടിട്ടുണ്ട് നാം. ഖുർആൻ വായിക്കണമെന്ന് പഠിക്കണമെന്ന് കേട്ടിട്ടുണ്ട് നാം. ആ പഠിച്ചത് ജീവിതത്തിൽ പകർത്തണ്ടേ എന്ന് ചോദിക്കുകയാണ് മുജാഹിദുകൾ. എന്താ ചോദ്യം? അള്ളാഹിന്റെ ചോദ്യം, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ,
അവരെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസിൽ നിന്ന് ആർക്കെങ്കിലും അയച്ച സർക്കുലർ അല്ല. സർവ്വലോക രക്ഷിതാവായ റബ്ബിന്റെ ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത്? ഇൻ അറാദനി അല്ലാഹു ബിളുർരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചാൽ, ഔ അറാദനി ബിറഹ്മ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തെങ്കിലും ഒരു കാരുണ്യം നൽകാൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ ഈ ആളുകൾക്ക് കഴിയോ? അത് തടയാൻ ഈ ആളുകൾക്ക് കഴിയുമോ? അത് പിടിച്ചു വെക്കാൻ ഈ ആളുകൾക്ക് കഴിയുമോ എന്നാണ് റബ്ബിന്റെ ചോദ്യം. ഈ ചോദ്യം ചോദിക്കുന്നത് മക്കക്കാരോട് മാത്രമല്ല. ഈ കടവേരിയിൽ നിന്ന്, ആയഞ്ചേരിയിൽ നിന്ന്, വില്യാപ്പള്ളിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോ ചുരത്തിലെ വളവുകൾ കഴിഞ്ഞ് പക്രന്തളം മക്കാമിലേക്ക് കാശെറിയുന്ന മുസ്ലിം ഉണ്ടല്ലോ, ആ മുസ്ലിമിനോട് റബ്ബിന്റെ ചോദ്യം. പുതിയതായി തുടങ്ങുന്ന ഷോപ്പിലെ ക്യാഷ് കൗണ്ടറിന് പുറകിൽ ഏതെങ്കിലും തങ്ങളുടെയോ മുസ്ലിയാക്കളുടെയോ കയ്യിൽ നിന്ന് ചെമ്പ് തകിടുകളിൽ അക്ഷരങ്ങളും അക്കങ്ങളും കുത്തിവരച്ച് അത് കടയിൽ തൂക്കിയിട്ടാൽ ലാഭമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിനോടാണ് ചോദ്യം. രോഗമുണ്ടാകുമ്പോ ഉറുക്കും ഏലസും ശരീരത്തിൽ കെട്ടുന്ന മുസ്ലിമിനോടാണ് ചോദ്യം. ആ ചുരത്തിലെ ഏതെങ്കിലും ഒരു വളവിൽ, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഏതെങ്കിലും ഒരു വളവിൽ എന്റെ വാഹനം അപകടത്തിൽ പെടണം എന്നാണ് സർവ്വലോക രക്ഷിതാവായ റബ്ബിന്റെ തീരുമാനമെങ്കിൽ ആ തീരുമാനം തടയാൻ പക്രന്തളത്തിലെ ശേഖന് കഴിയോ? ഇവിടെ നിന്ന് തലശ്ശേരിയിലേക്ക് അല്ലെങ്കിൽ കണ്ണൂരിലേക്ക്, അതിനുമപ്പുറം മംഗലാപുരത്തേക്ക് പോകുമ്പോ കുഞ്ഞിപ്പള്ളിയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാറത്തിലോ കാശെറിഞ്ഞാൽ ഹൈവേയിൽ സംഭവിക്കാനിരിക്കുന്ന അള്ളാന്റെ തീരുമാനം അതാണെങ്കിൽ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ശൈഖിന് കഴിയോ? എന്റെ കച്ചവടം നട്ടത്തിൽ നിന്ന് നട്ടത്തിലേക്ക് കൂപ്പുകുത്തി പരീക്ഷിക്കപ്പെടണമെന്നാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ ഈ ചെമ്പ് തകിട് കടയിൽ സൂക്ഷിച്ചത് കൊണ്ട്, വീട്ടിൽ സൂക്ഷിച്ചത് കൊണ്ട്, വീടിന്റെ 4 മൂലകളിലും കുപ്പിയിലത് തൂക്കിയിട്ടത് കൊണ്ട്, അതല്ലെങ്കിൽ ബദിരീങ്ങളുടെ പേര് ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കിയത് കൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? ഇത് ഖുർആനിന്റെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ചോദ്യമാണ്. എന്തുണ്ട് മറുപടി? എന്തുണ്ട് മറുപടി? അങ്ങനെയൊക്കെ കഴിയുമെന്നാണോ? എല്ലാവരും സാധാരണക്കാരങ്ങനെ പറയാൻ തുടങ്ങിയിട്ടില്ല. മൊയ്ലിയാമാര് ചിലര് ഈ ഉണ്ടാക്കിയതും പടച്ചോനും ഒക്കെ ഇതാണ് എന്ന് പറയുകയും അള്ള തീരുമാനിച്ച ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും ഒക്കെ ഇവർക്ക് കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളുടെ മറുപടി എന്താ? ഇല്ല എന്നാണല്ലോ. അള്ളാന്റെ തീരുമാനത്തിനപ്പുറം പോകില്ല എന്നാണല്ലോ. അവിടെയാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കുക എന്നാണ് റബ്ബിന്റെ കൽപ്പന. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരൊക്കെ അവനിലാണ് ഭരമേൽപ്പിക്കുക. ഖുർആനിന്റെ ഈ സന്ദേശമല്ലാതെ വേറെ എന്താ ഈ നാട്ടിൽ പറയേണ്ടത്? വേറെ എന്താ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്? നമ്മൾ ഈ വായിക്കുന്ന, നമ്മൾ ഈ പഠിക്കുന്ന, നമ്മൾ ഈ ഓതുന്ന ഖുർആൻ, ആ ഖുർആനിൽ ഈ ആശയമാണുള്ളത്. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം എന്ന് മുജാഹിദ് വേദിയിൽ നിന്ന് പറയുമ്പോ എന്തിനാണ് പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് ചില ആളുകൾക്ക്? ഈ കുറിപ്പെഴുതിയവരുടെ ആത്മാർത്ഥത